ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് 10 കിലോമീറ്ററോളം അകലെ സ്ഥിതി ചെയ്യുന്ന നഗരമായ ഹോളോഡിലെ ബാറ്റ്യാമിൽ 3 ബസ്സുകൾ തുടർച്ചയായി അതിഭയങ്കര സ്ഫോടനത്തിൽ ഇന്നലെ രാത്രി പൊട്ടിത്തെറിച്ച വാർത്തയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. നിർത്തിയിട്ടിരുന്ന ബസ്സുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത്. ഇസ്രായേൽ സാധാരണ പറയാറുള്ളത് പോലെ ആർക്കും പരിക്കോ മരണമോ സംഭവിച്ചിട്ടില്ല എന്നാണ് ഔദ്യോഗികമായി റിപ്പോർട്ട്. വെസ്റ്റ് ബാങ്കിലെ ഭീകര കേന്ദ്രങ്ങളോ ഹമാസോ ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നെതന്യാഹു പറയുമ്പോഴും ഇസ്രായേലി പോലീസും ഇന്റലിജൻസും ഇസ്രായേലിനുള്ളിൽ തന്നെയുള്ള ജൂത ഭീകര സംഘടനയാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് സംശയിക്കുന്നത്. കാര്യമായി ആൾത്തിരക്കില്ലാത്ത സമയം നോക്കി ടൈമറുകൾ സജ്ജീകരിച്ചിരുന്നതിൽ നിന്നും സ്ഫോടനം ഗവൺമെന്റിനുള്ള മുന്നറിയിപ്പാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഈ 3 ബസ്സുകൾ പൊട്ടിത്തെറിച്ചത് കൂടാതെ സമീപത്തുള്ള മറ്റു ബസ്സുകളിൽ മറ്റൊരു സമയത്തേക്ക് സജ്ജീകരിച്ചിരുന്ന വേറെയും ബോംബുകൾ കണ്ടെത്തി നിർവീര്യമാക്കിയതായിട്ടാണ് പോലീസ് പറയുന്നത്. സ്ഫോടനവും തുടർന്നുള്ള ബോംബ് കണ്ടെത്തലുമെല്ലാം ജനങ്ങളെ ആകെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. ബന്ദികളായിരിക്കുമ്പോൾ ഇസ്രായേലി ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ 4 പേരുടെ മൃതദേഹങ്ങൾ ഹമാസിൽ നിന്നും ഇന്നലെ ഇസ്രായേൽ കൈപ്പറ്റിയ ദിവസമായിരുന്നു എന്നതാണ് ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിച്ച് കരാർ ഒപ്പുവെച്ചാൽ മുഴുവൻ ബന്ദികളെ വിട്ടുതരാമെന്ന ഹമാസിന്റെ നിർദ്ദേശത്തെ തള്ളി വീണ്ടും ഗസയെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇതുവരെയുള്ള കരാർ പ്രകാരം 33 ബന്ദികളെ മാത്രം വിട്ടു നൽകിയാൽ മതി എന്ന നെതന്യാഹുവിന്റെ നിലപാടിൽ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ രോഷത്തിലാണ്. ഈ രോഷം തണുപ്പിക്കാനും ഹമാസിനോട് വെറുപ്പ് വർദ്ധിപ്പിക്കാനും 2 ദിവസത്തെ ദുഃഖാചരണത്തിന് സർക്കാർ ഉത്തരവിട്ടെങ്കിലും ജനങ്ങൾ അതിൽ തൃപ്തരായില്ല. ഇസ്രായേലി പതാകകൾ കൊണ്ട് പൊതിഞ്ഞ് ഈ മരണപ്പെട്ട 4 പേരുടെയും ശവപ്പെട്ടികൾ ആദരവോടെ IDF സൈനികർക്ക് കൈമാറിയിട്ടും വിചിത്രമായ ഏതോ ആചാരങ്ങൾ ഹമാസ് നടത്തിയെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുക കൂടി ചെയ്ത സാഹചര്യത്തിലാണ് സ്ഫോടനം നടന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. നെതന്യാഹു വിചാരിച്ചാൽ രാജ്യത്ത് യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്ന് ഇസ്രായേലികൾ വിശ്വസിക്കുന്നുണ്ട്. അതിനു പകരം അയാൾ തൻ്റെ ഭരണം ഉറപ്പിക്കാൻ വേണ്ടി നാടകം കളിക്കുകയാണെന്നും ഓരോരോ കാരണങ്ങളുണ്ടാക്കി വീണ്ടും വീണ്ടും യുദ്ധത്തിലേക്ക് എങ്ങനെയെങ്കിലും രാജ്യത്തെ തള്ളിവിടാനാണ് ശ്രമിക്കുന്നതെന്നും അവർ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ നടന്ന സ്ഫോടനം പോലും ഹമാസോ മറ്റേതെങ്കിലും വെസ്റ്റ് ബാങ്കിലെ സംഘടനകളോ ചെയ്തതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സർക്കാർ തന്നെ ആസൂത്രണം ചെയ്തതായിരിക്കാം എന്ന് പ്രാദേശികമായി പലരും ജൂതരും തന്നെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ സ്ഫോടനം നടന്ന ഉടനെ തന്നെ സുരക്ഷാ വിലയിരുത്തൽ നടത്തിയതായും തുടർന്ന് വെസ്റ്റ് ബാങ്കിൽ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് വേറെ വൻതോതിലുള്ള ഓപ്പറേഷൻ ആരംഭിക്കാൻ IDFന് നിർദ്ദേശം നൽകിയതായിട്ടുമാണ് നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. തന്നെയുമല്ല, എല്ലാ സർവീസുകളും നിർത്തിവെക്കാനും ബസ്സുകളിലും ട്രെയിനുകളിലും വാഹനങ്ങളിലുമൊക്കെ പരിശോധന നടത്താനും ഗതാഗത മന്ത്രി മിരി ഗരേവ് ഉത്തരവിടുമ്പോൾ തന്നെ സ്ഫോടനം രാജ്യത്തിനകത്തുള്ളവർ തന്നെ നടത്തിയതായി സർക്കാർ സംശയിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണെന്നും പലരും എടുത്തു പറയുന്നുണ്ട്. ഈ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തന്നെ ഇത്രയധികം സംശയിക്കുമ്പോൾ ആ രാജ്യത്തെ സർക്കാരിന് എത്രയധികം വിശ്വാസ്യതയാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നെതന്യാഹുവിനെ ജനങ്ങൾക്കാർക്കും വിശ്വാസമില്ല. അയാൾ ഇതിനപ്പുറവും ചെയ്യുമെന്നാണ് അതിൽ പലരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനം നടന്നത് സർക്കാർ സ്പോൺസർ ചെയ്തതാണ് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ സർക്കാർ പെടുന്ന മറ്റ് ചില പ്രശ്നങ്ങളുമുണ്ട്. ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്നത് തടയാൻ പോലീസിന് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങളിൽ നിന്നെല്ലാം സുരക്ഷാ മന്ത്രി സർഗറോഫ് ഒഴിഞ്ഞു നിൽക്കുകയാണ്. പകരം വെസ്റ്റ് ബാങ്കിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ സേനയ്ക്കാണെന്നും ഭീകരത തടയുന്നതിന് പ്രതിരോധ മന്ത്രാലയമായ ഷിൻബെറ്റിനാണ് ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞ് മറ്റ് സുരക്ഷാ ഏജൻസികളെ കുറ്റപ്പെടുത്താനാണ് അയാൾ ശ്രമിക്കുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയാണ്. അതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം ഇതിന് കൃത്യമായ ഒരു ഉത്തരം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്തിനകത്ത് തന്നെയുള്ള തീവ്രവാദ സംഘടനകളാണ് ഇത് നടത്തിയതെങ്കിൽ ഇസ്രായേൽ ഗവൺമെൻറ് ആകെപ്പെടും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. ഇതിൽ നിന്നും മറ്റൊരു കാര്യവും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. വീരവാദങ്ങളുടെയും PR വർക്കുകളുടെയും പൊങ്ങച്ചം മാത്രമേ ഇസ്രായേൽ സൈന്യത്തിനും ഈ സുരക്ഷാ വകുപ്പിനുമൊക്കെ ഉള്ളൂ. സ്വന്തം രാജ്യത്തിന് നേരെ നടക്കുന്ന യാതൊരുവിധ ആക്രമണ സാധ്യതകളോ സ്ഫോടനങ്ങളോ തിരിച്ചറിയാൻ ഇവർക്ക് യാതൊരു കഴിവുമില്ല എന്നുള്ളതാണ് സത്യം.
AI ടെക്നോളജിയുടെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നൊക്കെ വീമ്പടിച്ച് ജൂതരെ പുകഴ്ത്തുന്നവർ 1948 ഇസ്രായേൽ എന്ന രാജ്യം നിലയിൽ വന്ന കാലം മുതൽ അവർക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ തീരെ ദുർബലമായ അയൽ രാജ്യങ്ങളുടെയോ ഹമാസ് പോലുള്ള സംഘടനകളുടെയോ ഭീഷണിയെയോ ആക്രമണ സാധ്യതകളെയോ മുൻകൂട്ടി കണ്ടുകൊണ്ട് തകർക്കാൻ ഈ IDF-നോ ഇസ്രായേൽ ഈ സുരക്ഷാ സൈന്യത്തിനോ ഇതേവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ ടെക്നോളജി അല്ല ഇസ്രായേൽ എന്ന ജൂത രാജ്യത്തെ ലോകത്ത് ശ്രദ്ധേയമാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആർക്കും ചെയ്യാൻ കഴിയാത്ത വിധമുള്ള അവരുടെ ചതിയും വഞ്ചനയും മാത്രമാണ് അവർക്ക് എപ്പോഴും കൂട്ടായിട്ടുള്ളത്. മിത്രമായി അടുത്തുകൂടി ചതിച്ചിട്ട് മുങ്ങുന്ന തഗ്ഗുകളാണ് ഈ ഇസ്രയേലി ജൂതർ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ലോകം അവരെ അടുപ്പിക്കാത്തതും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. എന്നാൽ ഇന്ന് അതേ ചതിയും വഞ്ചനയും ഇസ്രായേലിനെ തന്നെ അവതാളത്തിലാക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാര്യങ്ങൾ പോലും ഖത്തറിനും ഇറാനും ചോർത്തിക്കൊടുത്ത നെതന്യാഹുവിൻ്റെ ഏറ്റവും അടുത്ത ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിചാരണ നേരിടുകയാണ്. അതുമാത്രമാണെങ്കിൽ കുഴപ്പമില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം സ്വീകരിച്ച് സ്വന്തം രാജ്യത്തെയും സർക്കാരിനെയും ഒറ്റുകൊടുക്കുന്നവർ വർദ്ധിച്ചു വരികയാണ്. പലതവണയായി ഒരുപാട് പേരെ ഈ ഇസ്രായേലി പോലീസ് പിടികൂടിയിട്ടുമുണ്ട്. അവരെല്ലാം ഇപ്പോൾ ജയിലിലാണ്. ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. കൂടാതെ ഭരണകൂടത്തിനെതിരായി രാജ്യത്തെ വിവിധ ജൂത തീവ്രവാദ സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നതായി ഇന്റലിജൻസ് കണ്ടെത്തി അവരെ പിടികൂടാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. നെതന്യാഹുവിന് നേരെ 2 തവണ വധശ്രമം ഉണ്ടായതും ആൾക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി നിരപരാധികളെ കൊല്ലുന്നതുമായ പ്രവർത്തികളിലെല്ലാം ജൂതർ തന്നെയാണ് എപ്പോഴും പിടിയിലായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ പല കോണുകളിൽ പല രാജ്യങ്ങൾ ജനിച്ചു വളർന്ന് മതത്തിൻ്റെ പേരിൽ ഒത്തുകൂടി ഒരു രാജ്യം കെട്ടിപ്പടുത്തവർ ഒരിക്കലും രാജ്യസ്നേഹികളായിരിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ അവരിൽ നല്ലൊരു ശതമാനം ആളുകളും രാജ്യം ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. സൈന്യത്തിൽ ചേരാൻ ആളുകൾ മടിക്കുകയാണ്. കാരണം സൈനിക സേവനം ജീവൻ നഷ്ടപ്പെടാൻ എളുപ്പമാണെന്ന് ജൂതർ വിശ്വസിക്കുന്നു. സൈനികരായ ജൂതർ മുഴുവൻ ചത്തൊടുങ്ങുകയും ചെയ്യുകയാണ്. തന്നെയുമല്ല, നിറത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ ജൂതരിൽ തന്നെ വേർതിരിവുണ്ടാകുമ്പോൾ തീവ്രവാദം തനിയെ ഉണ്ടായി വരും. അതാണ് ഇനി ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഏറ്റവും ഭീഷണിയായി മാറാൻ പോകുന്നത്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും അപകടകരമായ മറ്റൊരു കാര്യം, അമേരിക്ക എന്ന ഒറ്റ രാജ്യത്തിൻ്റെ പിൻബലത്തിൽ മാത്രം നിലനിൽക്കുന്ന ജൂതരാജ്യത്തിന് ട്രംപിനെ പോലുള്ള മറ്റൊരു അമേരിക്കൻ ഭരണാധികാരിക്കോ തോന്നാവുന്ന തിരിച്ചറിവിൻ്റെ കാലം വരെയേ ഇസ്രായേൽ എന്ന രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മധ്യേഷ്യൻ വാർത്ത അവസാനിപ്പിക്കുകയാണ്.